ഇത് ചിറയൻകീഴ് NS ബ്ലോക്കിൽ ഒരു വീടിൻ്റെ മുകളിൽ കൂടി മതിലിടിഞ്ഞ് വീണ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ചിറയൻകീഴ് ചെന്നിട്ട് കോരാണി പോകുന്ന വഴിക്ക് മുടപുരം എത്തുന്നതിന് മുമ്പ് ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ ആ വഴി കയറി പോകുമ്പോൾ കുറച്ച് മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നൊരു വീടാണ്. അപ്പോൾ ആ വീടിനടുത്തുള്ള ഒരു മതിൽ ഇടിഞ്ഞ് ആ വീടിൻ്റെ മുകളിൽ കൂടി കിടക്കുന്ന ദൃശ്യമാണിത്. വളരെ ഭയാനകമായ ഒരു ദൃശ്യമാണിത്. അത് കണ്ടോ, മതിൽ മറിഞ്ഞ് കിടക്കുക. അപ്പോൾ വീടിനോട് ചേർന്ന് മതിലിങ്ങനെ കിടക്കുക കണ്ടോ. ഇവിടെ നിൽക്കാൻ തന്നെ സത്യത്തിൽ പേടിയാവുന്നു. ഈ മതിൽ മറിഞ്ഞ് നമ്മുടെ പുറത്തോട്ട് വീഴുമെന്ന് ഒരു ഡൗട്ടുണ്ട്. ആ രീതിയിലാണ് നിൽക്കുന്നത്. വീടിൻ്റെ ഇത് കണ്ടോ, വീടിനോട് ചേർന്ന ഈ മതിൽ നിൽക്കുന്നത്. അത് വലിയ കോൺക്രീറ്റ് മതിലാണ്, നല്ല വീതിക്ക് കെട്ടിയ കോൺക്രീറ്റ് മതിലാണ്. ഇത് ദൃശ്യം കാണുമ്പോൾ തന്നെ നമ്മളെ ഒരു ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതേക്ക് നോക്കി, ഇത് കണ്ടോ, ഇത് മുഴുവൻ ഇടിഞ്ഞ് ഈ വീടിൻ്റെ മുകളിൽ കൂടി മറിഞ്ഞ് കിടക്കുക. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഭയാനകമായിട്ട് തോന്നും. പക്ഷേ വീട്ടുകാർക്കൊന്നും യാതൊരു കുഴപ്പം സംഭവിച്ചില്ല. വീടിൻ്റെ മുകൾ വശവും സൈഡും ഇടിഞ്ഞു പോയാൽ വീട്ടുകാർക്ക് ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മതിലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വീട് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. നോക്കല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് വേറെ ആൾക്കാരൊക്കെ അറിയിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിനെ സംസാരിക്കാൻ പറ്റുമല്ലോ. ആ വീടിൻ്റെ ഓണർ ഇവിടെ അടുത്തുണ്ട്. നമുക്ക് പുള്ളി രണ്ട് വാക്ക് സംസാരിപ്പിക്കും. എങ്ങനെയാണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചതെന്ന് പറയാം. മെനിങ്ങാന്ന് രാത്രി 7:30. മെനിങ്ങാന്ന് രാത്രി 7:30. നിങ്ങൾ അറിഞ്ഞായിരുന്നു? ഉറങ്ങിയില്ലല്ലേ? ഒരാളുണ്ടായിരുന്നു. ആ ആളാണ് സൗണ്ട് കേട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞത്. ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. മഴയത്താണോ വീണത്? മഴയത്താണല്ലേ? അപ്പോൾ ഇവിടെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു? കുട്ടികളില്ലായിരുന്നു, ഒരാളെ ഉള്ളായിരുന്നു. ഒന്നും സംഭവിക്കാത്ത ഭാഗ്യമായി. ആള് സൗണ്ട് കേട്ടുകൊണ്ട് ഇറങ്ങി വെളിയിൽ ഇറങ്ങിയിട്ട് ഓടിയിട്ടാണ് വിളിച്ചത്. പറഞ്ഞത്. അപ്പോൾ ഈ വിളിച്ച് പറഞ്ഞു കേട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. ഇതിന്റെ ഓണറിനെ അറിയിച്ചായിരുന്നല്ലോ അല്ലേ? ഓണറെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് കഴിയുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, അതിലിടിഞ്ഞ് കിടക്കുന്ന ഭാഗം നോക്കി കണ്ടോ, ഭയങ്കര കോൺക്രീറ്റ് മുതലാണ്, നല്ല കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അല്ലേ? പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ കേസിന് പോകണം. ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ അതെന്തായാലും നല്ലൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക്